സെയിൽസ് ഡിപ്പാർട്ട്മെന്റും സർവീസ് ഡിപ്പാർട്ട്മെന്റും രണ്ട് ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. നമ്മളിപ്പോൾ ഞാനൊക്കെ ജോലി ചെയ്തിരുന്ന കാലത്ത് ഞാനും എൻ്റെ സെയിൽസ് ടീമും നല്ല പൊട്ടൻഷ്യൽ കസ്റ്റമറെ നമ്മൾ ബോർഡിങ് ചെയ്യും. എന്നിട്ട് നമ്മൾ സർവീസ് ഡിപ്പാർട്ട്മെന്റിനെ ഏൽപ്പിക്കും. സർവീസ് ഡിപ്പാർട്ട്മെന്റ് കിടക്കുന്നത് ജർമ്മനിയിലും ഞങ്ങൾ സെല്ലിംഗ് ആക്ടിവിറ്റി ചെയ്യുന്നത് സൗദിയിലുമാണ്. ഈ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഈ കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്യുന്നിടത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കസ്റ്റമർ നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക. അതായത് സെയിൽസിന്റെ ആളുകൾ ആ കസ്റ്റമറെ വിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അതിന്റെ പിന്നിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു എക്സ്പെക്ടേഷൻ സെറ്റിംഗ് ഉണ്ടല്ലോ, അതായത് അയാൾ ട്രസ്റ്റ് ഏൺ ചെയ്യുന്നു, അയാൾ ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു, അതേപോലെ നല്ലൊരു ഫ്യൂച്ചർ ഡിസ്കഷൻ നടത്തുന്നു, നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം, ഇങ്ങനെ ഒരുപാട് പരിപാടികൾ അയാൾ ഇതിന്റെ പിന്നിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഈ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ കസ്റ്റമറെ കീപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് നല്ല സർവീസ് കൊടുക്കുക, നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, ഇതൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കസ്റ്റമറെ നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ഇപ്പൊ സെയിൽസ് അല്ലെങ്കിൽ സർവീസസ് ഇത് രണ്ടും ഡിസ്കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ സത്യത്തിൽ അവിടെ ട്രസ്റ്റ് ബ്രേക്ക് ആവും, ആ ഒരു റെപ്യൂട്ടേഷൻ ഇഷ്യൂസ് ഉണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഡ്രാസ്റ്റിക്കലി ഡിക്ലൈൻ ആവും. ഇപ്പൊ നല്ലൊരു ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി ഇന്റഗ്രേറ്റ് ചെയ്യും. പക്ഷെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക സർവീസ് ഡിപ്പാർട്ട്മെന്റിനായിരിക്കും.